പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരുപാട് നല്ല നല്ല പാട്ടുകളുമായിട്ട് നല്ല നല്ല ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരാണ് ഇരിക്കുന്നത്. എല്ലാവരും റെഡി അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, MJ അങ്കിൾ ആൻഡ് മധു അങ്കിൾ. വെൽക്കം. ടോപ്പ് സിംഗറിൽ ഇനി നല്ലൊരു മെലഡി സോങ്ങുമായിട്ട് നമ്മുടെ സിദ്ധു കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം സിദ്ധലക്ഷ്മി ഓൺ സ്റ്റേജ്. ഈ മധുവങ്ങളെ കണ്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ? മിസ് ചെയ്തോ? എവിടെ? ചുമ്മാ ശരിക്കും ശരിക്കും ഓ സന്തോഷായി. സന്തോഷാശ്രു പൊഴിച്ചു. അതെ, കരഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോ 6th പഠിക്കുന്നേ, പക്ഷെ എല്ലാരും പറയും ഞാന് 3rd ശരിയല്ലേ? ശരിയല്ലേ? 3rd പഠിക്കണേ. MJ അങ്കിളെ, ഞാനുണ്ടല്ലോ പുറത്തിറങ്ങിയപ്പോഴേ, ഇവിടുന്ന് ജസ്റ്റ് നമ്മുടെ ഇത് നടന്നുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോ അവിടെ കുറെ പേരെ പിടിച്ചെടുത്ത് ഇവള് വലിയ ചർച്ച. ഞാനാദ്യം തമാശയാണെന്ന് വിചാരിച്ച, പുള്ളിക്കാരിക്ക് വലിയ വിഷമം അത്. എന്ന് വെച്ചാ ഞാൻ 6th ചേച്ചി പഠിക്കുന്നേ, പക്ഷെ എന്നെ കണ്ടിട്ട് എല്ലാരും അങ്ങനെ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡിഗ്രിക്കാ പഠിക്കുന്നേ, പക്ഷെ ആരും അങ്ങനെ പറയുന്നില്ല. പറയട്ടെ, ഇനി ആരെങ്കിലും സിദ്ധു 3rd സ്റ്റാൻഡേർഡ് പറയുകയാണെങ്കിൽ അതെ, എന്റെ വക ഒരു ഇടി. ഇടിക്കും. MJ അങ്കിളുടെ വക ഇടി, ആര്യ ചേച്ചിയുടെ വക തൊഴി, മധു അങ്കിളുടെ വക മെതി. ഒരു ഗുണ്ടാ സംഘം തന്നെ ഇറങ്ങും. മതിയാ, നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങാണ്. മതിയാ? അത് മതിയാ? സന്തോഷായില്ലേ? ഇനി ചർച്ച വേണ്ട. ഓക്കെ, നമ്മുടെ കുട്ടി, നമ്മുടെ സിദ്ധു 6th സ്റ്റാൻഡേർഡിലാണ്. വലിയ കുട്ടിയാണ്. സന്തോഷമായി. ഹാപ്പി അല്ലേ? ഞാൻ ആ കോഴിക്കോട് ഒരു ദിവസം ആയിക്കോട്ടെ പോയപ്പോ അവിടെ എവിടെയൊക്കെയോ സിദ്ധലക്ഷ്മി കൺഗ്രാചുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് കുറെ ഫ്ലെക്സോ നരിക്കുനി എന്ന സ്ഥലത്ത് കൂടെ എന്റെ കാർ ഇങ്ങനെ പോകുമായിരുന്നു, ഒഴുകി ഫോട്ടോ ഒഴുകിയോ? ആ കാർ ഇങ്ങനെ ഒഴുകി പോയപ്പോ സീസൺ 6 ഹരിശ്രീയുടെ സ്വന്തം സിദ്ധലക്ഷ്മിക്ക് 100 നന്മകൾ. എത്ര ഫ്ലെക്സ് ആയി? ഒരു ഫ്ലെക്സ്. പിന്നെ സ്കൂളിലത്തെ ക്ഷേമസമിതിയിലത്തെ മാമന്മാര് വന്നിട്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ ഗിഫ്റ്റ് തന്നോ? ഗിഫ്റ്റ് തന്നെ. എന്ത് കിട്ടി? ട്രോഫി. ആണോ? ട്രോഫി പിന്നെ വേറെ എന്തെങ്കിലും? പിന്നെ പൊന്നാട. സിദ്ധു ഏതാണ് പാട്ട്? വീണേ വീണേ വീണ. വീണേ വീണേ. എപ്പോ വീണു? എങ്ങനെ വീണു? എന്തിനു വീണു? പാട്ടാണ്. താഴെ വീണേ, ആ കൊച്ചു വീണേ താഴെ വീണേ, അതാണ്. അതല്ല. പിന്നെ താഴെ വീണ കുഞ്ഞെ എന്ന് വിളിക്കണാണോ? അല്ല, പിന്നെ വീണ കുഞ്ഞ്. വീണേ വീണേ വീണക്കുഞ്ഞ്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആരെങ്കിലും ഒരു കുട്ടി വീണാണ്ട് ദേ വീണേ അങ്ങനെയാന്നാ ഞാൻ വിചാരിച്ചേ. അങ്ങനെയല്ല അല്ലേ? ഓ അത് ശരി. ഡീറ്റെയിൽസ്. ഫിലിം ആലോലം, ഇയർ 1982. ലിറിക്സ് കാവാലം നാരായണ പണിക്കർ സാർ. മ്യൂസിക് ഡയറക്ടർ ഇളയരാജ സാർ. പിന്നെ സിംഗർ ജാനകി അമ്മ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാ ഈ പാട്ടും. അതെ, വീണേ വീണേ ഈ പാട്ടും, കിളിയേ കിളിയേ അതും എനിക്ക് കുട്ടിക്കാലത്തും വളരെ വളരെ ഇഷ്ടമുള്ള ലോകയിലൂടെ പിന്നെയും അതെ അതെ. ഇപ്പൊ രാജസ്ഥാന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ദോഹയില്, ഖത്തറില്. അപ്പൊ ഇപ്പൊ വീണ്ടും ഹിറ്റ് ആയതുകൊണ്ട് ആ പാട്ട് ഉൾപ്പെടുത്തി പ്രോഗ്രാമില്. യെസ്. അപ്പൊ നമുക്കെന്നാ തുടങ്ങിയാലോ? ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? പക്കയല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. All the best. Thank you. വീണക്കുഞ്ഞി എന്നെഞ്ചിലെ താളത്തിൽ കണ്ണേ നീ
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. സിദ്ധു 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 കുഞ്ഞേ. കൊള്ളാം, നല്ല സെലക്ഷൻ കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ആദ്യം തന്നെ പറയാം. അനുപല്ലവിയുടെയും ചരണത്തിന്റെയും സെക്കൻഡ് ഹാഫ്, അതിൽ ആ ഹസ്കി ആയിട്ട് പാടുന്നില്ലേ, അതും ആ അവിടെ നിന്ന് അതിന്റെ തൊട്ട് മുമ്പിൽ നിന്ന് ആ അവസാനം വരെ എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ആ ലാ 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 നാ നാ നീ ലാ 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 അങ്ങനല്ലേ അല്ലേ? അപ്പൊ അത് അതിന് മുമ്പ് കുറച്ചും കൂടി ബോൾഡായിട്ട് പാടിയാലാണ് അവിടെ കുറച്ചും കൂടി അതിന് ആ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ ആ ഹസ്കി ആയിട്ട് പാടുന്നതിന്റെ. അപ്പൊ അവിടെ തൊട്ട് മുമ്പൊക്കെ കുറച്ച് ബോൾഡായിട്ട് പാടണം. ഹസ്കി ആക്കേണ്ട സ്ഥലത്ത് മാത്രം ഹസ്കി ആക്കാം. പിന്നെ എനിക്ക് തുടക്കത്തിലുള്ള പല്ലവിയിലൊക്കെ കുറച്ച് ശ്രുതി ചേരായിക, കുറച്ചൊരു വൈബ്രേഷൻ ഒക്കെ ഫീൽ ചെയ്തു വോയിസിൽ. എന്തോ ഒരു പേടിയാണോ അതോ വോയിസിന് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് ശരിക്കും വീണ വായിക്കണ പോലെ അങ്ങനെയാണ്. വീണേ 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 വീണേ. വീണേ. ആ അതൊക്കെ പെർഫെക്റ്റ് ആവണം. അതാണ് ഞാൻ പാടിപ്പിച്ചത് കേട്ടോ. പിന്നെ ബാക്കി അനുപല്ലവിയുടെയും ചരണത്തിന്റെയും തുടക്കത്തിലുള്ള ലൈൻസ് അതും കുറച്ച് ശ്രുതിയിലും കുറച്ച് പെർഫെക്ഷൻ വേണമെന്ന് തോന്നി. സെക്കൻഡ് ഹാഫ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കില്ലേ? മധു, നമ്മുടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സോറി അയ്യോ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സോറി സോറി ഇതെല്ലാം പറഞ്ഞിട്ട് സോറി കേട്ടോ അങ്കിളിന് സോറി എടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ 3ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞ് സൂപ്പറായിട്ട് പാടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യെസ്, ഞാൻ കഴിഞ്ഞ 1-2 വട്ടം പറഞ്ഞു അച്ഛനോടും അമ്മയോടും. എന്താ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ടാലന്റ് ആണ്. യെസ്, ഇത്ര കൊച്ചിലെ എങ്ങനെയാണ് ഒരു സോങ് കൺസീവ് ചെയ്യുന്നത്, അത് അതാണ്. അത് പാടിയില്ലേ, ഈ പാട്ട് പാടിയില്ലേ, ആ പാട്ടിന്റെ പല ഭാഗങ്ങളും ബ്യൂട്ടിഫുൾ ആയിരുന്നില്ലേ? അതെ. അപ്പൊ ഈ ചരണത്തിന്റെ അവസാനമുള്ള പോർഷൻ ഈ പാട്ടിൽ എനിക്ക് അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അതെന്താ വെച്ചാ ആ ഇടത്തിലാണ് ഏറ്റവും ഹസ്കി ആയിട്ട് പാടുക, സോഫ്റ്റ് ആയിട്ട് പാടുക. നമ്മൾ പാടുന്നുണ്ട് പക്ഷെ എന്നാ പാടുന്നില്ല. അങ്കിളിന്റെ അടുത്ത് ഒരു വലിയൊരു സീക്രട്ട് പറയുന്ന പോലെ അതൊന്ന് പാടിത്തരാമോ? നീ ഉറങ്ങിയാലും മിണ്ടാതെ അനങ്ങാതെ. അതില് കൂടുതൽ ആ കാറ്റ് അല്ലെ, നമ്മുടെ ശബ്ദത്തിൽ ഒരു കാറ്റുണ്ടല്ലോ, ആ കാറ്റ് കുറച്ചും കൂടെ വരണം. മിണ്ടാതെ അനങ്ങാതെ മിണ്ടാതെ. ഗുഡ്. ഇനി കുറച്ചുകൂടെ ഓപ്പൺ ആക്കാം. അനങ്ങാതെ നിന്നെയും നോക്കിയിരിക്കും, നിന്നെയും നോക്കിയിരിക്കും. ഇനി ഓപ്പൺ അപ്പ്. വീണേ. അപ്പൊ അതാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പാട്ടിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു മോമെന്റ് ആണ്. കുഞ്ഞല്ലേ, 3ാം ക്ലാസ്സിലല്ലേ, ശരിയായിക്കോളും. അല്ല 6ാം ക്ലാസ്സിൽ ശരിയായിക്കോളും കേട്ടോ. അത് ശരിയായിക്കോളും കേട്ടോ. വിഷമിക്കണ്ട ശരിയായിക്കോളും. ഷുവർ ആയിട്ട് ശരിയായിക്കോളും. ഓക്കെ. അത് എനിക്ക് ഒരു നിയോഗം ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാണ്, അത് ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അത് സങ്കടമാണ്, ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള വിചാരം. അതായത് കാവാലം സാറിന്റെ ഏറ്റവും അവസാനത്തെ പാട്ട് കമ്പോസ് ചെയ്തത് ഞാൻ, ഇതിന്റെ ഹംസഗീതം എന്ന് പറയുന്നത്. അതുപോലെ ONV സാറിന്റെയും ഏറ്റവും അവസാനത്തെ പാട്ട് ഞാൻ ചെയ്തു. അപ്പൊ അത് ചിലപ്പോ എനിക്കത് സങ്കടം തോന്നും, അത് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും എത്രയോ അവരിൽ നിന്ന് ഉണ്ടാവണമായിരുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ ഒരു നിയോഗം എനിക്ക് ഉണ്ടായി എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ഇവിടെയും വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ കാവാലൻ സാറിനാണ് ഒരുപാട് ഓർമ്മകളുണ്ട് അദ്ദേഹമായിട്ട്. എ ഗ്രേറ്റ് മാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടും കൂടിയാണ്, അത് നമുക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. സിദ്ധുക്കുട്ടി, എനിക്ക് ഇവര് തെറ്റുകളും കാര്യങ്ങളും കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ സിദ്ധുക്കുട്ടിയുടെ ഏറ്റവും വലിയ പവർ സിദ്ധുക്കുട്ടിയുടെ വോയിസ് ആണ്. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു ശബ്ദമുണ്ട്. അത് കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് മാത്രമേ കാര്യമായിട്ട് പറയാനുള്ളൂ. നല്ല സുന്ദരിയായിട്ടുണ്ട്, നല്ല രസത്തിൽ വന്നിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാട്ട് തെറ്റിയാല് വഴക്ക് കിട്ടാറുണ്ടോ വീട്ടില്? പാട്ട് പഠിക്കുന്നതിന്റെ പേരിലൊക്കെ. പഠിക്കുന്നത് അതാണ് ഇത്ര പേടി പാടുമ്പോ? അല്ല. ആരാ വഴക്ക് പറയണേ? അച്ഛൻ. അച്ഛനാണോ? ആണോ അച്ഛാ?
പറയാറുണ്ട്, ഇടയ്ക്ക് ഞങ്ങൾ തെറ്റാറുണ്ട്. ആണോ? അപ്പൊ സിദ്ധുക്കുട്ടി ആ. പേടിക്കണ്ട കേട്ടോ. ഇല്ല. ഇനി മുതൽ പേടി ഉണ്ടാവില്ല. ആ. സ്റ്റേജിൽ കയറിയ നമ്മളാരാണ്? റാസ. രാജാവ്. നമ്മളാണ് രാജാവ്. ഓക്കെ, ആ. മാർക്ക് പറയട്ടെ. ആ. ഇറ്റ് ഈസ് 96.5 ഔട്ട് ഓഫ് 100. സിദ്ധുക്കുട്ടി ഓൾ ദ ബെസ്റ്റ്. ഇനി ഇത്രയും പേടിക്കില്ല കേട്ടോ, അടുത്ത് നിന്നിട്ട് ഞാനും കൂടെ പേടിയാവുന്നു വെറുതെ ഒരാവശ്യമില്ലാണ്ട്. 6ാം ക്ലാസ്സിലാണേ. എല്ലാരും ഓർത്തോ, അതെ, അടി മെതി. ഓൾ ദ ബെസ്റ്റ്. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് റൗണ്ട് വരാൻ പോവാണ്. നമ്മുടെ മൈഥിലി കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം മൈഥിലി ഓൺ സ്റ്റേജ്. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ, വെൽക്കം. താങ്ക് യു. മൈഥിലി, എന്തോ ഇത് ആരുടെ ഉടുപ്പാണ്? ഇത് ജിത ചേച്ചിയുടെ ഉടുപ്പാണ്. ആര് പറഞ്ഞു അങ്ങനെ എടുത്തോണ്ട് വരാൻ? അല്ല, എനിക്ക് ഇതിന്റെ കോസ്റ്റ്യൂം കിട്ടിയില്ല. കിട്ടിയില്ല. അപ്പൊ ഞാൻ ജിത ചേച്ചിയോട് ചോദിച്ചപ്പോ ജിത ചേച്ചിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു. നന്നായിരിക്കുന്നേ, വളരെ നന്നായിരിക്കുന്നു. ഭയങ്കര Thank രസമുണ്ട്. you. നമ്മുടെ മൈഥിലി കുട്ടി വരുമ്പോ തന്നെ നമുക്കറിയാം എന്തോ ഒരു ഭയങ്കര സംഭവം വരാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു രസകരമായിട്ടുള്ള എന്തോ ഒരു പാട്ടാണ്. അതെ, ആ. കിഴക്ക് പൂക്കും. അതന്നെ, പോരെ. ഓക്കേ. ആ, ഡീറ്റെയിൽസ്. സംഗീതം ഗോപി സുന്ദർ സാർ. ഗോപി. ആ, വരികൾ റഫീഖ് അഹമ്മദ് സാറ്. yes. സിനിമ അൻവർ. വർഷം 2010. പാടിയത് ശ്രേയ ഘോഷാൽ മാം. നവീൻ അയ്യറും കൂടി ഉണ്ട്. 2010 കഴിഞ്ഞിട്ട് 2025 നമ്മൾ നിൽക്കുമ്പോഴും ഈ പാട്ട് ഇപ്പോഴും നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു പാട്ടായിട്ട് തോന്നും. പുതുമയുണ്ട്. Yes. അത് ഗോപിയുടെ ഒരു മാജിക് ആണ്. Yes, yes, ദാറ്റ് yes. ഈസ് വണ്ടർഫുൾ. എന്റെ കന്നിപ്പീലി തൂവലതുക്കെന്ന് പറഞ്ഞ പാട്ട് കണ്ടിട്ട് ഉം. LKG ഒമാനിലാ പഠിച്ചോണ്ടിരുന്നേ. ഉം. ഒമാനില് തുമ്രേത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യൻ സ്കൂൾ തുമ്രേത്ത്. ഉം. അപ്പൊ അവിടെ എന്നെ LKG പഠിപ്പിച്ച സുമയ എന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞു എന്റെ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആഹാ. പിന്നെ അന്ന് ഞാൻ ശ്രീരാമരാജ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടാ. ഞാനതിൽ പാടിയിട്ടുണ്ടല്ലോ. ആ, ജഗദാനന്ദകാരക. ഞാൻ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ആ. പാട്ടാ. ടീച്ചർ പണ്ട് വിളിച്ചോണ്ടിരുന്നത് സീതാക്കുട്ടി എന്നല്ലേ? അത് തന്നെ. കണ്ടുപിടിച്ചേ. എന്നിട്ട് ഞാൻ സീതാദേവി എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. എപ്പോഴും സീതാദേവിയാണല്ലോ മൈഥിലി. അതെ. ദേവിയുടെ വേറൊരു പേരല്ലേ മൈഥിലി? അതെ. മൈഥിലി എന്ന് പറയുമ്പോ മിഥിലയുടെ രാജകുമാരി. ഇതെല്ലാം കാണാൻ പഠിച്ചോണ്ട് വെച്ചിരിക്കുകയാണ്. കാണാതെ പഠിച്ച് ഞാനിങ്ങനെ അർത്ഥം മനസ്സിലാക്കി വെരി ഗുഡ്, വെരി ഗുഡ്. അസലായിട്ട് പാടണേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി താങ്ക് ബെസ്റ്റ്. യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പെണ്ണിൻ കവിളിൽ എന്തൊരു
വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. കോറസ്, Chorus. ശ്യാം, താങ്ക് യു ഫോർ യുവർ ശ്യാം സപ്പോർട്ട്. ചേട്ടാ അടിപൊളി കിടലൻ. താങ്ക് യു താങ്ക് യു. മൈഥിലി കുട്ടീസ്. എന്തോ ഇതെന്തിനാ ഇപ്പൊ പാടിയേ? ആ പാട്ടിന്റെ ഒരു താളം. അതാണ് അതിന്റെ ഗ്രൂവ് എന്ന് പറയും. ഗ്രൂവ്. ഉം. ആ ഗ്രൂവിൽ നന്നായിട്ട് ചേർന്ന് ലയിച്ച് പാടാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു. ദാറ്റ് ഇസ് വെരി നൈസ്. അതുകൊണ്ടാണ് എനിക്ക് പിന്നെയും അതിലോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. താങ്ക് യു സർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഇടയിൽ ഹൗ യു യൂസ്ഡ് യുവർ സ്പേസ്. ആ Yes. ബിജിഎംസിലൊക്കെ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഒഴുകുന്ന ചില മൂവ്മെന്റ്സ് ആയിട്ട്. യെസ്. അപ്പൊ നല്ലൊരു ഡാൻസറും കൂടെ ആവാൻ പറ്റും കേട്ടോ. താങ്ക് യു. ഡാൻസർ ആണോ ഓൾറെഡി? ഡാൻസ് കളിക്കാറുണ്ട്. ഓരോ പെർഫോമൻസിൽ നിന്ന് ഒരു ടേക്ക് അവേ ഉണ്ട്. ഈ പെർഫോമൻസിൽ നിന്ന് മൈഥിലിയുടെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നതാണ്. താങ്ക് യു. അപ്പൊ അതൊരു ഭയങ്കര ശക്തിയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന. താങ്ക് യു സർ. പിന്നെ കിഴക്കു പൂക്കും മുരിക്കിനുള്ളിൽ വെരി ഫസ്റ്റ് ലെറ്റർ നമ്മൾ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്താൽ നന്നായിരിക്കും. കിഴക്ക് പൂക്കും മുരിക്കിനെന്തൊരു ചകചകപ്പാണി. എന്ന് പറഞ്ഞാ കിഴക്ക് പൂക്കും മുരിക്കി അങ്ങനെ കൊടുക്കരുത്. എസ്തെറ്റിക് ആയിട്ട് കൊടുക്കണം. അതാ Yes. കിഴക്ക് പൂക്കും മുരിക്കിനെന്തൊരു ചോ ഇങ്ങനെയുള്ളത് ആ ബീറ്റിൽ വരുമ്പോഴാണ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവണം. അപ്പോഴാണ് ഖൽബിലെത്തുന്നത്, നമ്മുടെ ഖൽബിലെത്തുന്നത്. ചില സജഷൻസ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സംഗതികളുടെ ക്ലാരിറ്റി ഉണ്ടല്ലോ. അവസാനത്തെ പല്ലവിയിലുള്ള സംഗതികളൊന്ന് പാടൂ. എനിക്കും നെഞ്ചിൻ കരിക്കും. അത് കേൾക്കണം, ശരിക്കും കേൾക്കണം. നമ്മൾ ഏതാണ് നോട്ട് പാടുന്നത് അത് കേൾക്കുന്ന ആൾക്ക് ഇങ്ങനെ പെറുക്കി എടുത്ത് വെക്കാൻ പറ്റണം. എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ. ആ മാരൻ മാരൻ കുറച്ചും കൂടെ അങ്ങനെ വരണം. അത് കഴിഞ്ഞിട്ട് ക്ലാരിറ്റി. തുടിക്കും കണ്ണിൽ കനവുമായി തിരഞ്ഞു വന്നൊരു അത് മൈഥിലിക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല, ക്യാപ്റ്റന് മനസ്സിലായില്ല. ആ, ഏകദേശം. അത് കുറച്ചും കൂടെ അങ്ങനെ Yes, yes, അങ്ങനെ yes. വരണം. അപ്പൊ അങ്ങനെ ഇതിൽ സംഗതികൾ ആ രീതിയിൽ വന്നാൽ ഇത് കുറച്ചും കൂടെ ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മൈഥിലി കുട്ടി എന്തോ ഇതുപോലെ 1-2 സ്ഥലത്ത് ഒരു ക്ലാരിറ്റി കുറവ് തോന്നി. ഈ ചരണം കഴിഞ്ഞിട്ടേ ഓ എന്താ യെസ്, അതൊക്കെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. കൃത്യമായിട്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയാവും. ഓക്കെ. നല്ല രസമുള്ള വോയിസ് ആണ്. താങ്ക് ഈ യു. വോയിസിന് പാടാൻ പറ്റിയ പാട്ടുമാണ്. താങ്ക് യു. പിന്നെ അൻവർ മൂവി അല്ലേ, ആം. ഈ മൂവിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുണ്ട് കണ്ണിനിമ നീള എന്ന് പറഞ്ഞിട്ട്. 2 വേർഷൻസ് ഉണ്ട്. ശ്രേയ ഘോഷാൽ, നരേഷ് അയ്യർ രണ്ടുപേരും ചേർന്ന് പാടിയതാ. കണ്ണിനിമ നീളെ മിന്നിത്തിരി പോലെ എൻ്റെ മനസ്സാകെ മുന്നിലണയവെ പ്രിയനുടെ ചെറുചെറിയതളൊരു പുലരുളിയലവി തരുകയോ. കണ്ണിനിമ നീളെ മിന്നിത്തിരി പോലെ എൻ്റെ മനസ്സാകെ ഏ നനവുമായി കൂടെ ഓ ഓരോ തിരകളെ കടലറിയാതെ കരയറിയാതെ മേലാകെ തോരാതെ തീരാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഇത്. ചേച്ചി പാടുമ്പോൾ ഇറ്റ്സ് വേറൊരു ലെവലാണ്. അപ്പൊ മൊത്തത്തിൽ ആൾ അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉമ്മ. സീതമോളെ എന്തോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസ് ആണ് ദൈവം തന്നിട്ടുള്ളത്. താങ്ക് യു. പാടിയതാണെങ്കിലും കൂടി നല്ല ഭംഗിയായിട്ട് പാടി, പല ഭാഗങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഈ പല്ലവിയിലുള്ള ഈ സംഗതികളാണ് എനിക്കും ക്ലാരിറ്റി. മാരന്, തോഴന്, അതിനു മുമ്പുള്ള ഒരു അനുപല്ലവിയിൽ വരുന്ന പിരിഷമാകും അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ശ്രേയജി പാടുന്ന പോലെ തന്നെ ഡൈനാമിക്സ് കൊടുത്ത് പാടി. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു. നമ്മുടെ മൈഥിലി കുട്ടി ഈസ് ഗോയിങ് ടു ബി awarded 97 out of 100 today. All the very best. Bye. ബൈ ബൈ ബൈ. ആര്യ ചേച്ചി, യെസ്. ഇനി ആര്യ ചേച്ചിയുടെ കുട്ടൂസ് എത്താൻ പോവാണ്. ഹായ്. കാസർഗോഡ് നിന്ന് ആര്യ ചേച്ചിയെ കാണാൻ വേണ്ടി കൊതിച്ച് കാത്തിരിക്കുന്ന കുട്ടൂസിനെ നമുക്ക് വെൽക്കം ചെയ്യാം. കുട്ടൂസ്. അതെ ഒരു ഓടി ഒന്നൊന്നര വരൂ വരവാണ്. കുട്ടൂസ്. ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചിയുടെ കുട്ടൂസ് റുജ്വൽ ഓൺ സ്റ്റേജ്. ഹായ് 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 ഹായ്. ഹായ്. ഹായ് ചേട്ടാ, വെൽക്കം. റുജ്വലെ, എന്തോ മക്കളെ എന്തോ ഈ കുട്ടൂസിനെ പിടിച്ചു കെട്ടട്ടാ. എന്ത് വേണ്ടല്ലോ, ഞാൻ പാവല്ലേ, എന്നെ എന്തിനാ കെട്ടുന്നത്? എന്താ പിണക്കമുണ്ടോ കുട്ടൂസിന്റെ അടുത്ത്? ഉണ്ട്. അയ്യോ എന്തിനാ? എന്താ പ്രശ്നം ഉണ്ടായത്? എന്തിനാ പെടുന്നത്? എന്തിനാ? ബ്ലോക്ക് വന്നത്? കല്യാണം കഴിഞ്ഞ് എന്നെ ക്ഷണിച്ചില്ലല്ലോ. അയ്യോ. നമ്മളെ ആരെയും ക്ഷണിച്ചില്ല. കല്യാണം ഇവിടെ നിൽക്കട്ടെ, ക്ഷണിക്കെങ്കിലും ചെയ്തൂടെ? നിങ്ങൾ പറ. അയ്യോ. മോശമല്ലേ? നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്തില്ല, അങ്കിളിനെ ഇൻവൈറ്റ് ചെയ്തില്ല. എടാ, ഞങ്ങൾ മീനുട്ടിയെ പോയില്ലായിരുന്നു. ഇല്ല, കൊച്ചു ഞങ്ങൾ വല്ലാതെ വിഷമിച്ചിട്ടുണ്ടല്ലോ. ആ പിഞ്ച് ഹൃദയം. ഞാൻ ആക്ച്വലി റിജ്വലിനെ ഞാൻ വിളിച്ചു. ആ. വിളിച്ചപ്പം ഫോൺ എടുത്തില്ല. റിജ്വൽ എടുത്തില്ല. പിന്നെ പാട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ശിവദ എന്ന് പറയുന്ന ഒരു കുട്ടി. ആ. എല്ലാവരും അവന്റെ കുട്ടൂസാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഇതാണ് കുട്ടൂസ് എന്ന് വിചാരിച്ചു. പക്ഷെ ഞെട്ടിക്കുന്ന സത്യം. അല്ല, കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വിളിച്ചു. നോക്കണ്ടേ? അതുകൊണ്ടാണ് അത് ശരി. പോയിന്റ്. ഞാൻ ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചല്ലോ. ഈ കാര്യം ചേച്ചി അതെ. അറിഞ്ഞത്. നിനക്ക് വേറെ അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടൂസ് വേണം. വേണം. അല്ലാതെ പറ്റില്ല. അല്ല, കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലെങ്കിലൊക്കെ വേറെ കുട്ടൂസിനെ നോക്കണ്ടേ? നോക്കിയോ, കണ്ടുപിടിച്ചോ? ശിവതയാണോ പുതിയ കുട്ടൂസ്? ശിവദ പിന്നെ ക്ലാസ്സിലത്തെ മറ്റേ രൂപിക. ക്ലാസ്സിൽ ആരെയും രണ്ട് ഇഷ്ടമല്ലെന്ന് മൂന്ന് പറഞ്ഞിട്ട് കുട്ടൂസ് ഉണ്ട്. രൂപികയും ശ്രീണേനെയും ഇത് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മീനുട്ടി, ഈ കുട്ടൂസ് അല്ല, തെറിച്ചു. ഞാൻ ഫൈനൽ ഓഡിഷൻ പറഞ്ഞത് രൂപിക തെറിച്ചു. ശ്രീണാന്നാണ്. ശിവദ ഇപ്പൊ ചേർന്നതേ ഉള്ളൂ കഴിഞ്ഞ ഈ മാസം. ഗ്രൂപ്പിലേക്ക് ശിവത ഇപ്പൊ ഇന്നായിട്ടേ ഉള്ളൂ. കാരണം അപ്പത്തേക്കും ആര്യ ചേച്ചിയുടെ കുട്ടൂസായി. കല്യാണം പക്ഷേ കഴിഞ്ഞു. ശിവദ എന്റെ ക്ലാസ്സിലല്ല. ഞാൻ 5C, ഓൾ 5D. ഇവൻ അല്ല, അഞ്ച് ശിവത ഇപ്പൊ ചേർന്നപ്പോഴത്തേക്കും കുട്ടൂസായി മാറി. ആ ഗ്രൂപ്പിലേക്കാണ് ചേർന്നത്. കാരണം ആ. ആര്യ ചേച്ചി ആയിരുന്നു ആ ഞാൻ വിചാരിച്ചു ഞാൻ സ്ഥാനത്തുണ്ടായിരുന്നത്. മാത്രമേ ഇപ്പൊ ആ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രൂപ്പിലേക്ക് കല്യാണം join ആയി. കഴിഞ്ഞു. ഓ. അപ്പത്തേക്ക് മാറ്റി. പിന്നെ ശിവതേനെ ആ ആ ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലേക്ക് ചേർത്തു. അഥവാ ഈ കുഞ്ഞൂസിന്റെ കുട്ടൂസ് ആണെങ്കിൽ ഞാൻ ആ കുട്ടൂസിനെ മറന്നേക്കാം. ഈ കുഞ്ഞൂസും കുട്ടൂസൊക്കെ തലക്കാലം മറന്നേക്കാം. തലക്കാലം തലക്കാലം മറന്നേക്കാം. അല്ല, എപ്പ മനസ്സ് മാറലൊന്നും അറിയില്ലല്ലോ. ആരുടെ മനസ്സ്? കുട്ടൂസിന്റെ. കുട്ടൂസിന്റെ. ആ, ശരിക്കും പറഞ്ഞാൽ ദിവ്യ എന്നെ കുട്ടൂസ് എന്ന് വിളിക്കാറുണ്ട്. ഞാൻ ദിവ്യ കുഞ്ഞൂസ് എന്ന് വിളിക്കാറുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ പുറല്ലോ? വേറൊരു കുട്ടൂസും കുഞ്ഞൂസും. ഈ കുഞ്ഞൂസ് ഉണ്ടല്ലോ, കുഞ്ഞൂസ് സൂപ്പർ ക്രിക്കറ്റ് പ്ലെയർ ആണോ? അടുത്ത് ഒരൊക്കെ വിശേഷം പറയാനുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്ത് എല്ലാരും സപ്പോർട്ടാണ് ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക്. അങ്ങനെയല്ല, പാട്ട് പാട്ട് ടോപ്പ് പാടാൻ സിംഗർ ടോപ്പ് എത്തിയില്ലേ? സിംഗറിൽ വന്നേ പിന്നെ. ആ അപ്പൊ അവരൊക്കെ എനിക്ക് വേണ്ടി ഫ്ലക്സ് വെച്ചു. ഞാൻ അത് ക്ലബ്ബുകാരാണ്. കൊള്ളാം. ഫോട്ടോ. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കുത്തരി അടുക്കം. ആ നല്ല Flowers Top നല്ല Singers. ഫോട്ടോ അല്ലേ ഇതിലുള്ളത്? കിടിലൻ ഫോട്ടോ. അടുത്ത ഫ്ലക്സ് അത് പാണ്ടിക്കോടാണ്. ബ്രദേഴ്സ് ക്ലബ്ബാ. നേരത്തെ Brothers കാണിച്ചത് Club. കൈരളി ക്ലബ്ബാ. മൂന്ന്. ഇവിടെയാണ് എന്റെ ഗ്രൗണ്ട് ഉള്ളത്. ഇത് ഫ്രണ്ട്സ് ക്ലബ്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പുത്തരിയടുക്കം. ഇത് കൊറേ ഉണ്ടല്ലോ. ആ ഇത് എത്ര ഫ്ലക്സ് അത്? 3 ഫ്ലക്സ് അല്ലേ ഇല്ലോ? നീ എത്ര പാട്ട് പാടി ഇപ്പൊ? ഓരോ 3 പാട്ട് പാട്ട് പാടി. കൂടുന്നോറും ഫ്ലക്സുകൾ. 4ാമത്തെ പാട്ട് ഇന്ന് പാടുന്നു. 3 പാടിന് 3 മൂന്ന് അതെ ഫ്ലക്സ്. അപ്പൊ 4ാമത്തെ പാട്ടാകുമ്പോഴേക്കും 4 ഫ്ലക്സ്. പിന്നെ ഫ്ലക്സ് കൂടി കൂടി വരും. ഭീകരനാണ് അവൻ. അതെ അതെ. റുജു, സിക്സ് അടിക്കാറുണ്ട്. അടിക്കണമെന്നുണ്ട്. ആഗ്രഹമുണ്ട്. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊച്ചായിരുന്നപ്പോ. അടിച്ചിട്ടുണ്ട്, കളിക്കാൻ പോകുന്നുണ്ട്. എനിക്ക് ബാറ്റില്ല. ഷോ. ഒരു കാര്യം ചെയ്യട്ടെ, ആ. അടുത്ത പ്രാവശ്യം റുജു അടുത്ത പാട്ടുമായിട്ട് വരുമ്പോ ഇവിടെ എന്ത് വരും? ക്രിക്കറ്റ്. ബാറ്റ് വരും. ഇവിടെ ഒരു ബാറ്റ് വരും. അങ്കിൾ റുജുവിന് ഒരു ബാറ്റ് സമ്മാനിക്കാൻ പോവാം. ആഹാ. സന്തോഷല്ലേ? സന്തോഷം. അപ്പൊ ഏതാണ് പാട്ട്? താഴമ്പൂ മണമുള്ള. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്ന് ഉറങ്ങുന്ന ഇവിടെ ഒരു ചെറുപ്പക്കാരി ഉണ്ട്. ആരാ? മീനാക്ഷി ചേച്ചിയാ. ഓ, ഓ അത് ശരി. ആ ശരി. കല്യാണം കഴിഞ്ഞില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരി, സുന്ദരി ചെറുപ്പക്കാരിയാ. എന്ത് പറ്റിയടാ നിനക്ക്? ഒരെണ്ണത്തിന് വിട്ടല്ലോ അടുത്ത. എന്നെ മതിയായി. അപ്പൊ ഡീറ്റെയിൽസ് പറഞ്ഞേ. ലിറിക്സ് വയലാർ രാമവർമ്മ സാറ്, പാടിയത് AM രാജ സാറ്, മ്യൂസിക് ജി ദേവരാജ മാസ്റ്റർ, ഇയർ 1969, സിനിമ അടിമകൾ. യെസ്. ആ മുണ്ട് മടക്കി കുത്തി പാടാൻ തുടങ്ങിക്കോ. All the best. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെരി ഗുഡ് വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ. എന്നിട്ട് കൈ കെട്ടി നിൽക്കണ നിപ്പ് കണ്ടാ. ഇങ്ങനെ നൈസ് നൈസ്. സത്യ മാസ്റ്ററിന് ഓ അതാണ് അതാണോ? കൈ കെട്ടിയത്. അതെങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? എങ്ങനെ എങ്ങനെ കൊള്ളാലോ. നല്ല രസമുണ്ട് നിൽക്കുന്ന കാണാൻ വേണ്ടി. താങ്ക് യു. നല്ല അറ്റംപ്റ്റ്, നല്ല രസത്തി പാടി കേട്ടോ. ഈ പാട്ട് ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ കൂടെ രാത്രി കേൾക്കുന്ന പഴയ പാട്ടുകളിൽ ഒന്നാണ്. താങ്ക് യു സോ മച്ച് റിജൽ കുട്ട എനിക്കിത് പാടി തന്നതിന്. പിന്നെ സ്ട്രെയിൻ ഉണ്ടോ? ട്രെയിൻ അധികമായിട്ട് തോന്നില്ല. ആ അനുപല്ലവിയിലത്തെ ആ ഭാഗമൊക്കെ കുറച്ച് ആരാധനാമുറി. ആരും കാണാത്ത ഒന്നുകൂടെ പാടിത്തരുമോ? ശരിക്കും ആ ശ്രുതി സി ഷാർപ്പ് ആക്കി തന്നെ, അപ്പൊ അത് സി ആക്കി പിച്ച് കുറച്ചു കുറച്ചിരുന്നു. ശരി, എന്നിട്ടും സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ ആണ് അല്ലേ? അപ്പൊ അവിടെ ഒരു സ്ട്രെയിൻ തോന്നി. അതുപോലെ ഏതോ കിനാവിലെ ആലിംഗനത്തിലെ രണ്ട് ഭാഗത്തും ഒരുപോലെ സ്ട്രെയിൻ തോന്നി. പക്ഷെ റിജൽ കുട്ടന്റെ പ്ലസ് പോയിന്റ് പറയട്ടെ, പറയുന്ന ഓരോ വാക്കും കിറു 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 കൃത്യമാണ്. നല്ല രസത്തിൽ ഓഡിബിൾ ആയിട്ട് കുറേ സാധനങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. പറയാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെ പക്ഷെ റിജൽ കുട്ടൻ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. അടിപൊളിയായി പറഞ്ഞു. അക്ഷരങ്ങളൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് തോന്നി. താങ്ക് യു. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ്. അവസാനം നിർത്തൊന്നും കൂടെ നിന്ന് തരുമോ? കണ്ടോ MJ സാർ, നമ്മളെ റിജൽ കുട്ടന്റെ കോൺഫിഡൻസ് കണ്ടോ? ആരപ്പാ മധുവേ എങ്ങനെ ഉണ്ടായിരുന്നു? റിജ്വൽ കുട്ടൻ പൊതുവെ ഉജ്ജ്വലമായിട്ട് പാടുന്ന ഒരാളല്ലേ അല്ലേ? പിന്നെ വാക്കുകൾക്കൊരു ക്ഷാമമില്ലല്ലോ സംസാരിക്കുമ്പോ. ഉരുളയ്ക്ക് ഉപ്പേരി പോലെയല്ലേ മറുപടി പറയാ എല്ലാത്തിനും. ഉരുളിയല്ല, അല്ല, ഉപ്പേരിക്ക് ഉരുളി പോലെ. ഉരുള ഇത് പറയാൻ പറ്റോ? അറയിൽ ഉറിയിൽ ഉരി അരി. അറയിൽ ഒരിയിൽ ഒരു അറയിൽ ഉറിയിൽ ഉരി അരി. അറയിൽ ഉറിയിൽ ഉരിയരി. ഓ കലക്കി. പറ്റുമോ? ഞാൻ നിങ്ങളെ സമ്മതിച്ചു. ഞാൻ നിങ്ങളെ സമ്മതിച്ചു. കുട്ടൂസേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. പല ഭാഗങ്ങളും പാടി നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. എനിക്ക് ഇത്തിരി സ്ട്രെയിൻ ഫീൽ ചെയ്തു. പൂമുഖ കിളിവാതിൽ അതെങ്ങനെയാ? പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല. അത് ഫസ്റ്റ് പല്ലവിയില. അത് കുറച്ചും കൂടി ഒന്ന് ശരിയാക്കണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. കുറച്ചും കൂടി ഫീൽ ഉണ്ടെങ്കിൽ റിജ്വലിന്റെ പാട്ട് ഒന്നും കൂടി ഉജ്ജ്വലമായനെ. എങ്ങനെ? ഉജ്ജ്വലമായ. അതെ അതെ അതെ. കണ്ടോ അവൻ ഉജ്ജ്വലം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്ലാരിറ്റിയില്ല പറയണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ എങ്ങനെയുണ്ട്? ഇഷ്ടായോ? നന്നായിരുന്നടാ, നല്ല മിടുക്കനാണ്, അതൊരു സംശയമില്ല. രണ്ടു സീക്രട്സ് പറയട്ടെ ഇങ്ങോട്ടോ. സീക്രട്സ്. സീക്രട്സ് ഇതൊക്കെ പാടിയില്ലേ? താഴമ്പ് മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ഇത് ഫുൾ ലൈൻ പാടുമ്പോൾ ചെറുപ്പക്കാരി മാത്രം സോഫ്റ്റ് ആയിട്ട് പാടണം. പാടാൻ പറ്റുമോ? കേക്കട്ടെ. അത് കുഞ്ഞൂസ് എന്ന് വിളിക്കണ പോലെ. കുഞ്ഞൂസ് അതുപോലെ. ഓക്കെ. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ഈ ചെറുപ്പം തൊട്ട് തന്നെ ചെറുപ്പമാണ്. തനിച്ചിരുന്നുറങ്ങുന്ന തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ചെറുപ്പം സോഫ്റ്റ്. അവിടെ നിന്ന് സോഫ്റ്റ് ആവണം. ചെറുപ്പക്കാരി ചെറുപ്പക്കാരി. അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അത് നന്നായിരിക്കും. അങ്ങനെ പാടിയാൽ നന്നായിരിക്കും. അതാണ് ഒന്നാമത്തെ സീക്രട്ട്. കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല. ഇത് മാത്രം സോഫ്റ്റ് ആക്കണം. പൂമുഖ കിളിവാതിൽ ഓപ്പൺ ആയിട്ട് പാടണം. പാടിക്കേ. പൂമുഖ കിളിവാതിൽ അടയ്ക്കുകയില്ല. സോഫ്റ്റ്. കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല. കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാൻ പറ്റുമോ? ഉറക്കുകയില്ല. അതാണ്. അത് സൂപ്പറാണ്, അത് സൂപ്പറാണ്. പിന്നെ ഇവിടെ ഓമന ചുണ്ടിലെ പുഞ്ചിരി പൂക്കളിൽ പ്രേമത്തിൻ സൗരഭം തൂകും ഞാൻ. പ്രേമത്തിൻ സൗരഭം തൂങ്ങും ഞാൻ മാത്രം സോഫ്റ്റ് ആയിട്ട് പാടും. ഓമന ചുണ്ടിലെ പുഞ്ചിരി പൂക്കളിൽ നീ സോഫ്റ്റ്. പ്രേമത്തിൻ സൗരഭം തൂകും ഞാൻ. അതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും മ്യൂസിക്കിന്റെ സൗരഭ്യം അവിടെ തൂകും. നമ്മുടെ എല്ലാ പാട്ടും നമ്മൾ ഒരേ വോളത്തിലല്ല പാടുക. ഇടയ്ക്കൊന്ന് ചെറിയ വോളിയം കൺട്രോൾ ചെയ്യാം. അപ്പൊ ഭയങ്കര സുന്ദരമായിരിക്കും അത്. മനസ്സിലായോ മോന്? മനസ്സിലായോ? ഇത് വലിയൊരു സീക്രട്ട് ആണേ. ഈ സീക്രട്ട് പറയാനാണ് അങ്കിൾ വിളിച്ചത്. അപ്പൊ ഇനി മുതലുള്ള പാട്ടുകൾ അങ്ങനെ ശ്രദ്ധിക്കോ? അല്ലെങ്കിൽ എന്ത് കിട്ടും? എലിമിനേറ്റർ അങ്കിൾ വന്ന് കൊണ്ടുപോകും. അയ്യോ, അങ്ങനെയൊന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ. റിജ്വലിൽ നിന്ന് ഇവിടെ ആർക്കും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ,
ഓക്കെ. ഇന്നത്തെ പാട്ട് വെച്ച് നോക്കിയപ്പോ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോ റിജ്വൽ കുട്ടിൽ നിന്ന് കിട്ടുന്ന മാർക്ക് എത്ര? 96.75 out of 100. താങ്ക് യു. റിജ്വൽ സർ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. ടാറ്റാ. അടുത്ത ദിവസം കാണാം. ബൈ. തണുപ്പുള്ള രാത്രിയിൽ വെള്ളം. ഒറ്റയ്ക്കാണല്ലേ? ഇനി ബാംഗ്ലൂരിൽ നിന്ന് ഒരാള് വരാൻ പോവാണ്. നമ്മുടെ ശ്രീയക്കുട്ടി അടുത്തുന്നത് ഒരു സൂപ്പർ സോങ്ങുമായിട്ട്. ലെറ്റ്സ് വെൽക്കം ശ്രീയ സോജേഷ് ഓൺ സ്റ്റേജ്. Here comes ചുന്ദരിമണി. ചുന്ദരിമണി. ഹലോ. അതെ, തിരിച്ച് ബാംഗ്ലൂരിൽ പോയില്ലേ? പോയി. അവിടെ ബാംഗ്ലൂരിൽ ആ ഒരു വെക്കേഷൻ എന്തായിരുന്നു? അവിടെ ഞാൻ സ്കൂളിൽ പോയപ്പോ ടീച്ചേഴ്സ് ഒക്കെ കൺഗ്രാജുലേറ്റ് ചെയ്തു. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ഒരു അസംബ്ലി ഗാദറിങ് അവര് അറേഞ്ച് ചെയ്തു. എന്നിട്ട് എന്നോട് നവരാത്രിന്റെ സമയം പാടാൻ പറഞ്ഞു. നല്ല അപ്പൊ രസമായിരുന്നു. എന്ത് പാടി? ശ്രീരാമചന്ദ്ര കൃപാലു ഭജം. ആ, തുളസീദാസ്. Superb, superb. പിന്നെന്തൊക്കെയാണ് വിശേഷം അവിടുത്തെ? പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ സ്കൂൾ ഓഫ് ഇന്ത്യ ആണ്. അതിൻ്റെ കോർഡിനേറ്റർ ശാലിനി മാം, പിന്നെ വൈശാലി മാം, ആൻഡ് മൈ മ്യൂസിക് ടീച്ചർ നന്ദ മാം, പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ സപ്ന മാം. ഇവരെല്ലാവരോടും ഭയങ്കര താങ്ക് യു ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതിനും. എന്താ വെച്ചാൽ ആ ദിവസം എനിക്ക് എക്സാമും കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ബാംഗ്ലൂരേക്ക് പോയപ്പോൾ ഞാൻ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ എഴുതി തീർത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. ആണോ? കൊള്ളാലോ. അപ്പൊ ടീച്ചേഴ്സിന് ലെറ്റ്സ് താങ്ക് ഓൾ ദി ടീച്ചേഴ്സ് ഫോർ ഓൾ ദി സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ കൈവെള്ളയിൽ വെച്ചോണ്ടിരിക്കല്ലേ അവര്. ആ, വേറെ ഏതൊരു കോമ്പറ്റീഷനിൽ എന്തോരിക്കോ ഒരു അച്ചീവ്മെന്റ് ഞാൻ അറിഞ്ഞല്ലോ. ഞാൻ RTM ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. അപ്പം ചിത്ര മാമും സോനു നിഗം സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം RTM സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം ഞാനിപ്പം സെമി ഫൈനൽ കഴിഞ്ഞിട്ട് ഫൈനലിന് സെലക്ട് ആയിരിക്കുകയാണ്. 16 ഇയേഴ്സ് ബിലോന്റെ അപ്പൊ congratulations, all the best. കൺഗ്രാറ്റുലേഷൻസ്. ഇതൊക്കെ ഡിസർവ് ചെയ്യുന്ന ആള് തന്നെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതെ. താങ്ക് ഇന്നിപ്പോ യു. ഏതാണ് പാട്ട്? മീനാക്ഷി ചേച്ചി ഗസ് ചെയ്യണം. ഞാൻ അഭിനയിച്ച പാട്ടല്ലാണോ? അല്ല പിന്നെന്താ? അല്ല ഗസ് ചെയ്യണം. അല്ല, അങ്ങനെ വല്ലതാണെങ്കിൽ വേണ്ട നമുക്ക്. അപ്പോഴേ റിജക്ട് ചെയ്തു. ഞാൻ പറയാം, ഒരു ക്ലൂ തരാം. ആ, വെയിറ്റ് ചെയ്ത് റിവറും കടന്ന് കാത്തിരുന്ന് റിവർ കടന്നല്ല, കടന്ന് റിവർ മെലിഞ്ഞു. അതെ, റിവർ പുഴ മെലിഞ്ഞ്. അല്ല, ഇത് ആരുടെ പാട്ടാ? സാറിന്റെ പാട്ട്. ഇതിനല്ലേ നാഷണൽ അവാർഡ് കിട്ടിയത്? അതെ, അതെ. ഈ പാട്ടിന് നാഷണൽ അവാർഡ്. അതെ, യെസ്. അപ്പോ ഡീറ്റെയിൽസ് പറയാം. എന്നു നിന്റെ മൊയ്തീൻ എന്നുള്ള മൂവി 2015. മ്യൂസിക് ചെയ്തത് MJ സർ, ലിറിക്സ് എഴുതിയത് റഫീഖ് അഹമ്മദ് സർ, പാടിയത് എൻ്റെ ഫേവറേറ്റ് സിംഗർ ശ്രേയ ഘോഷാൽ മാം. ഇനിയിപ്പോ ഞാനും പാടും. ഇന്നിപ്പോ ശ്രേയ സോജേഷ് പാടുകയാണ് അതെ. അല്ലേ? ശരിയാ. അപ്പൊ all the best. മനസ്സിലാവട്ടെ. All the താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കാത്തിരുന്നു
വെരി നൈസ് വെരി നൈസ്. Hey. ശ്രീയ കുട്ടി, വെരി ഗുഡ് വെരി ഗുഡ്. ശ്രീകുട്ടി യെസ് സർ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. പാട്ടിനെ പറ്റി കൂടുതൽ ഇവര് പറയും. എന്റെ അല്ല. പാട്ടല്ലേ, അല്ല ഞങ്ങളെല്ലാം അതെങ്ങനെ ശരിയാവും? എന്റെ ചില അനുഭവങ്ങൾ പറയാം. മനുഷ്യൻ ചില അവസ്ഥകളിലൂടെ ഇങ്ങനെ പോകും. ആ അവസ്ഥകളിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിഞ്ഞൂടാത്ത ചില ദൂരങ്ങളുണ്ട്, വേഗങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഉരുത്തിരിയുന്ന ഒരു ഈണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിട്ട്, കാലങ്ങൾക്കപ്പുറമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം തോന്നുന്നു. ഇത് രാജു ആണ് ഈ സിനിമയിൽ മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. അപ്പൊ ഈ സോങ് സിറ്റുവേഷൻ ആ ഒരു 3-4 മിനിറ്റിൽ മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും ഒരു 10 വർഷത്തെ കാത്തിരിപ്പ് കാട്ടിത്തരണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓ ശരി. അപ്പോൾ അത് കമ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എറണാകുളത്ത് ഒരു റെക്കോർഡിങ്ങിന് ഇങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് പ്രിയ എന്നെ വിളിച്ചു പറയുന്നു അച്ഛൻ പോയി എന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, കൊച്ചിലെ തൊട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അച്ഛൻ എന്നെ ഒന്ന് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ എന്നെ ഒന്ന് ഉമ്മ വച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾ. പക്ഷെ ഒരിക്കലും അത് സാധിച്ചില്ല. അപ്പോൾ അച്ഛൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്ക് അതിൻ്റെ ഒരു ഭയങ്കര വിഷമമായിരുന്നു. ഒരിക്കൽ പോലും അങ്ങനെ അച്ഛനെ ഉമ്മ വയ്ക്കാനോ അച്ഛൻ്റെ ഒരു ഉമ്മ കിട്ടാനോ ഉള്ളൊരു ഭാഗ്യം കിട്ടിയില്ലല്ലോ ഒരു മകൻ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഞാൻ മോർച്ചറിയുടെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അച്ഛന് ഒരു ഉമ്മ കൊടുക്കുന്നത്, നിശ്ചലനായി കിടക്കുന്ന അച്ഛന് ഉമ്മ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വിമൽ ഡയറക്ടർ എന്നെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ചേട്ടാ പാട്ടിനുള്ള സമയം. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്, അച്ഛൻ പോയി, എൻ്റെ മനസ്സ് ബ്ലാങ്കാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സമയങ്ങളിലൊക്കെ അച്ഛൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആ മഴ ഇങ്ങനെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി, എത്ര വർഷങ്ങൾ കാത്തിരുന്നാണ് എനിക്ക് അച്ഛനൊരു ഉമ്മ കൊടുക്കാൻ പറ്റിയത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു, ഒരു കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ അത് ഇക്കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരു കാത്തിരിപ്പിൻ്റെ വേദന എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ വേദന തന്നെ അല്ലേ വേറൊരു രീതിയിൽ കാഞ്ചനമാലയും മൊയ്തീനും അറിഞ്ഞത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കാത്തിരുന്നുള്ളത് ഒരു ഈണമായിട്ട് മാറി. കാത്തിരുന്ന് തരരിരാരി തരരിരാരി, ഇത്രയാണ് വന്നത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ വിമലിനെ വിളിച്ചു. വിമലിൻ്റെ അടുത്ത് ഈ ഇത്രയും മാത്രം കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതാണോ ശരിക്കും, ഇങ്ങനെയാണോ നമ്മൾ പോവുക? അപ്പോൾ വിമൽ പറഞ്ഞു എനിക്ക് ഫുള്ളായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ദിവസമായപ്പോഴത്തേക്കും ഈ പല്ലവി മൊത്തമായിട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ പാട്ട് വന്നത്. അത് ശരിക്ക് അച്ഛൻ എനിക്ക് തന്ന ഈണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ കാത്തിരിപ്പിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇവിടെ തീരുമെന്ന് തോന്നും, പക്ഷെ അവിടെ തീരൂല. പിന്നെയും കാത്തിരിപ്പാണ്, അവിടെ തീരും തോന്നും, അവിടെയും തീരൂല. അങ്ങനെ അത് നീണ്ടു പോകുന്നു. തരരിരാരി തരരിരാരി, അവിടെ തീരുന്നു വിചാരിക്കുന്നു, തീരുന്ന താരിരാരി താരിരാ, അവിടെയും തീർന്നില്ല. താരിരാരി തരരിരാരി രാരാ. ആ സസ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തീരാത്തൊരു കാത്തിരിപ്പിന്റെ സസ്റ്റെയിൻ ആണ്. ഗോസ് ടു ഇൻഫിനിറ്റി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തത്. പിന്നെ പിൽക്കാലത്ത് എന്തോ ഒരു ഭാഗ്യത്തിൽ ഇതിനൊരു നാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് മ്യൂസിക് കമ്പോസർ നമ്മുടെ ഭാരതത്തിന്റെ പ്രസിഡന്റിൽ നിന്നും വാങ്ങാനായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ അമിതാഭ് ബച്ചൻ സാർ ഉണ്ട്, സഞ്ജയ് ലീല ബൻസാലി അദ്ദേഹം ഉണ്ട്. അങ്ങനെ വലിയ വലിയ സ്റ്റാർ വാർഡ്സ് ഉണ്ട്. അവരുടെ കൂടെയാണ് ഞാൻ ആ ക്യൂവിൽ നിൽക്കണേ ഇത് മേടിക്കാനായിട്ട്. അപ്പം അങ്ങനെ അവസാനം ഒരു നാഷണൽ അവാർഡ് എൻ്റെ അച്ഛൻ തന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പാട്ട് എപ്പോൾ എനിക്ക് കേട്ടാലും എൻ്റെ ഉള്ളിലൊരു ഖാന, പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ക്യാപ്റ്റൻ സംസാരിക്കും. ശ്രീകുട്ടി, യെസ് മാം. എന്ത് തോന്നുന്നു പാടിയിട്ട് എം ജെ സാറിന്റെ മുന്നിൽ? നല്ല ഇഷ്ടമായി, നല്ല പ്രൗഡാണ്. എം ജെ സാറിൻ്റെ കമ്പോസറിൻ്റെ മുന്നേ പാടണം എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഇപ്പം അത് ട്രൂ ആയി വന്നു, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മാത്രമല്ല ശ്രീകുട്ടിയുടെ ഫേവറേറ്റ് സിംഗർ
ശ്രേയ മാമാണ് പാടിയിരിക്കുന്നത് അല്ലേ. കുഞ്ഞു കുഞ്ഞു ബ്രെത്ത് ഇഷ്യൂസ് തോന്നി. പിന്നെ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തത്, അച്ഛനിങ്ങനെ നോയിക്കൊണ്ടിരിക്കുക പാടുമ്പം. അച്ഛനാണോ പാട്ട് പഠിപ്പിച്ചേ? അച്ഛൻ ടെൻഷൻ അടിക്കാണ്ട് പാടുന്നൊക്കെ പറഞ്ഞോണ്ട് അച്ഛനിങ്ങനെ നോക്കുകയാണ് അല്ലേ. അപ്പൊ ആ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ നോക്കിയത്. പിന്നെ കുഞ്ഞ് ശ്രുതി ഇഷ്യൂസ്, ക്ലാരിറ്റി ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് കുഞ്ഞു 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 സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പാട്ടിനോട് ഭയങ്കര ജസ്റ്റിസ് ചെയ്യുന്ന രീതിയിലാണ് ശ്രീകുട്ടി ഇത് പെർഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശ്രീകുട്ടി Yes, sir. വളരെ നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. Thank you, sir. ഉഗ്രനായിട്ട് പാടി. ശ്രേയ ഘോഷാലാണ് ശ്രീയുടെ ഇഷ്ടപ്പെട്ട ഗായിക എന്ന് നാള് പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് തോന്നി ആ ഒരു സ്റ്റൈല് പിന്തുടർന്നാണ് പാടിയിട്ടുള്ളത് അല്ലേ. പല ഭാഗത്തും എനിക്ക് അത് ഫീൽ ചെയ്തു. എനിക്കും ഈ പറഞ്ഞ പോലെ എല്ലാ ഭാഗങ്ങളും ഇഷ്ടമായി. ശ്രീകുട്ടിയുടെ വോയിസ് എനിക്ക് വളരെ ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടു. ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആയാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി. എനിക്കായി പെയ്യുമെന്ന് കാത്തു ഞാൻ, ആ ഭാഗം എല്ലാം വരും, കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്തെന്തോ ഇങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ. ചെറിയ ബ്രെത്ത് ഇഷ്യൂസ് ആണ് എനിക്ക് തോന്നിയത്. അപ്പൊ ശ്വാസം കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ അവിടെ അവസാനം ആകുമ്പോഴത്തേക്ക് ക്ലാരിറ്റി പോണതാ. പിന്നെ എന്നും 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 എന്നുള്ളതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പറയാൻ പറഞ്ഞു, തെന്നി തെന്നി ഭയങ്കര നല്ല രസമായിട്ട് പാടി. അതെ, എന്തായാലും ശ്രേയ ഘോഷാലിനെ പോലെ തന്നെ വലിയൊരു ഗായികയായി തീരട്ടെ. ദൈവം അതിന് വഴിയൊരുക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. കല എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് നിന്നാണ് വരുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ കലാകാരനാവും. നമുക്ക് അതുണ്ട്, ആ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതാണ് ഇന്നേറ്റ് ടാലൻറ്റ് എന്ന് പറയുന്നത്, ഉള്ളിലുള്ള ടാലൻറ്റ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബട്ട് യു ഹാവ് എ ലോങ് വേ ടു ഗോ. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് കേട്ടോ. അതെപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. ടോപ്പ് സിംഗറും ബിയോണ്ട് ടോപ്പ് സിംഗറും ഒക്കെ കാണണം. അതിന് നമ്മളൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ വിഷ് അല്ലേ. ബ്യൂട്ടിഫുൾ വിഷ്. അപ്പൊ ഇന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. കുറെ ഭാഗങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മനസ്സിലായല്ലോ. ഓക്കെ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ മാർക്ക് എത്രയായിരിക്കും? 98 out of 100. Thank you. നമ്മുടെ ശ്രേയക്കുട്ടിക്കാണ് ഇപ്രാവശ്യത്തെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് പെർഫോമർ ഓഫ് ദ ഡേ. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് വേണ്ടേ? ഓക്കെ, ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് MJ അങ്കിൾ തന്നെ വരണം ഇപ്രാവശ്യം. ശ്രേയക്കുട്ടിക്ക് വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. Thank you. All the best. Bye. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ നമ്മുടെ ഒരു കിടിലം എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും പാട്ടുകളും പെർഫോമൻസുകളും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടി തന്നെ നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു.